ഹായ്, എല്ലാവർക്കും സുഖല്ലേ? നമുക്കിന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് ഗോതമ്പ് ഉപ്പുമാവ് പോലെ തോന്നണില്ലേ? എന്നാൽ ഗോതമ്പ് ഉപ്പുമാവ് അല്ലാട്ടത്. ഇത് നമ്മുടെ റേഷൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ റേഷൻ്റെ അരിയാണെന്ന് തോന്നുകയില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിന്ന് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം അരി നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അരി. ആ അരി നമുക്ക് കട്ടൻ ചായയിലിട്ടിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ചൂടാറാൻ വെക്കണം. എന്നിട്ട് അത് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുക്കരുത് കേട്ടോ, ഇത്തിരി തരിതരിപ്പ് വേണം. എന്നിട്ട് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇടുക. സവാളയൊക്കെ വഴറ്റി നല്ല ഫ്രൈ, ഇങ്ങനെ ബ്രൗൺ കളർ പോലൊന്നും ആവണ്ട കേട്ടോ സവാള. വഴറ്റിയെടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ അതിൽ. നമ്മുടെ നാടൻ സംഭവമല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. എന്നിട്ടതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൗഡറൊന്നും പറയാൻ പറ്റില്ല, തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇടാം. എന്നിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരും. ഇതിലേക്കില്ലേ ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് ക്യാരറ്റും അങ്ങനത്തെ കുറേ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യാണ് നല്ലത്. എന്നിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടിട്ട് ഒന്ന് എല്ലായിടത്തേക്ക് ആക്കി എടുത്ത് വയ്ക്കുക. കുറച്ച് നെയ്യ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇത്തിരി കൂടുതലാണ്, അതൊന്നും വേണമെന്നേ ഇല്ല. ഇതൊക്കെ അമ്മ പണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുന്ന പലഹാരങ്ങൾ. അതൊക്കെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ. സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് റേഷൻ്റെ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.